പ്രൈസ് ദി ലോർഡ്. അല്പസമയം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരോ ഉറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടക്കുന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണവും വളരും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. പ്രിയ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, മരീചിക ഒരു പൊയ്കയായി തീരും. നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ കഴിഞ്ഞ നാളുകളിൽ പിശാച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതെല്ലാം അനുഗ്രഹങ്ങളെ നന്മകളെയൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വരണ്ടുപോയ നിലം ദൈവം അത് വിശാലമാക്കാനായിട്ട് പോകുന്നു. വരണ്ട നിലം നീരുറവകളായി തീരും. നമ്മുടെ ജീവിതത്തിൽ വരണ്ടുപോയ മേഖലകളെ ദൈവം പുതുതാക്കി തീർക്കും. എൻ്റെ ജീവിതത്തിലുള്ള മരീചിക അത് പൊയ്കയായിട്ട് മാറുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. കുറുക്കന്മാർ കഴിഞ്ഞ നാളുകളിൽ കിടന്ന സ്ഥലങ്ങളിൽ പുല്ലും ഓടയും ഞാങ്ങണവും വളരാത്ത സ്ഥലങ്ങളിൽ ദൈവം അത് പുല്ലും ഓടയും ഞാങ്ങണവും വളരുന്ന തരത്തിലേക്ക് മാറ്റുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പിശാച് കഴിഞ്ഞ നാളുകളിൽ പോരാടിയത്, നശിപ്പിച്ചു കളഞ്ഞത്, വളരുകയില്ല അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് പറയുന്ന മേഖലയിൽ ദൈവം നമുക്ക് വേണ്ടി സാധ്യതകളെ തുറക്കുവാൻ ഇടയായിത്തീരും. ഈ നല്ല ദിവസവും ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ പ്രതീക്ഷകളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നിൻ്റെ അസാധ്യതകളെ സാധ്യമാക്കി തീർക്കും. ഈ നല്ല ദിവസം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. അവരുടെ ജീവിതത്തിൽ അസാധ്യമായി നിൽക്കുന്ന എല്ലാ മേഖലകളും സാധ്യമായി തീരട്ടെ. അവരുടെ ജീവിതത്തിലുള്ള പ്രതികൂലങ്ങൾ മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങളെ കർത്താവ് വഴിക്കണം. വലിയ വിടുതലിനെ കർത്താവ് വഹിക്കണം. ദൈവിക സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും കർത്താവ് നിറയ്ക്കണം. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെല്ലാം സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.